നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്തു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആത്മാവും ബ്രഹ്മത്തിലേക്കുള്ള അതിൻ്റെ വഴിയും. ആദ്യത്തെ ശ്ലോകം: തേ ഹോചുരുപഗോസ്തലൈഷ സൗമ്യ തോസ്മദ് വിദ്യാത്മവിദ്യാ ചാചാര്യസ്തു തേ ഗതിം വക്തേ ത്യാജഗാമ ഹാസ്യാചാര്യസ്തമാ ആചാര്യോമുവാവോ പഗോസല ഉ ഇതി. അപ്പോൾ അഗ്നികൾ പറഞ്ഞു, ഉപകോസല, നിങ്ങൾക്ക് നമ്മളെ പറ്റിയും ആത്മാവിനെ പറ്റിയും അറിവുണ്ട്, പക്ഷേ ഗുരു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ ഗുരു തിരിച്ചെത്തി. ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, ഉപകോസല. രണ്ടാമത്തെ ശ്ലോകം: ഭഗവ ഇതിയ പ്രതിശുശ്രാവ ബ്രഹ്മവിദ ഇവ സൗമ്യ തേ മുഖം ഇതി കാം നു ത്വാനുശാസേതി കോ നു മനുശിഷ്യാദ്ഭോ ഇതിഹാ ഏവ നിഹനുത ഇമേ നൂനമീദൃശ അന്യദൃശ ഇതിഹാഗ്നിനഭ്യൂതേ കിം നു സൗമ്യ കില തോവാചന്നിതി. ഗുരു അദ്ദേഹം മറുപടി പറഞ്ഞു, പ്രിയപ്പെട്ട ഉപകോസല, അങ്ങയുടെ മുഖം ബ്രഹ്മജ്ഞാനിയുടേതുപോലെ തിളങ്ങുന്നു. ആരാണ് നിനക്ക് ഉപദേശം നൽകിയത്? ആരാണ് എനിക്ക് ഉപദേശം നൽകുക? ഇവിടെ അദ്ദേഹം അവഗണിച്ചു. ഇവർ ഇപ്പോൾ ഈ രൂപത്തിൽ ആണ്, പക്ഷേ അവർ വേറെ രൂപത്തിൽ ആയിരുന്നു. അഗ്നികളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവർ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഇതാമിതിഹ പ്രതിജജ്ഞേ ലോകാൻ വാവ കില സൗമ്യ തേവോജാന്നഹം തു തേ തദ്വക്ഷ്യാമി യഥാ പുഷ്കരപലാശ ആപോന ശിഷ്യന്ത ഏവമേവം വിധി പാപം കർമ്മന ശിശ്ലിഷ്യത ഇതി ബ്രവീതുമേ ഭഗവതിഥി തസ്മൈ ഹോവാച. ഇത് അദ്ദേഹം സമ്മതിച്ചു. ശരിക്കും അവർ നിങ്ങൾക്ക് 3 ലോകങ്ങളും പറഞ്ഞു തന്നു. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. താമരയിലയിൽ വെള്ളം പറ്റാത്തതുപോലെ ഇതറിയുന്നവനെ പാപകർമ്മങ്ങൾ ബാധിക്കുന്നില്ല. പറയൂ ഗുരു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇനി കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതുവരെ ഛാന്തോക്യ ഉപനിഷത്ത്
ആധ്യാത്മിക യാത്രയിൽ പഞ്ചഭൂതങ്ങളെ കുറിച്ചിട്ടും പഞ്ചഭൂതങ്ങളുടെ യഥാർത്ഥ അറിവിനെ കുറിച്ചും എല്ലാം സംസാരിച്ചു. സഹജമാർഗത്തില് ഹാർട്ട് റീജിയനിലൂടെയുള്ള യാത്ര യഥാർത്ഥ ജ്ഞാനത്തിന്റെ യാത്രയാവണം എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ യഥാർത്ഥ ജ്ഞാനം വന്നതിന് ശേഷം ഹാർട്ട് റീജിയൻ കടക്കുമ്പോൾ ദ്വന്ദ്ങ്ങൾ അവസാനിക്കുന്നു എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ്. ഡുവാലിറ്റീസ്, ഈ ലോകം ഡുവാലിറ്റീസിന്റെ ലോകമാണ്. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, പ്രകാശവും അന്ധകാരവും, സത്യം അസത്യം, ധർമ്മം അധർമ്മം, സുഖം ദുഃഖം, ഈ തരത്തിലുള്ള ദ്വന്ദ്ങ്ങള് നമ്മൾ മാറ്റി നിർത്തി ഉയരുകയാണ്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സയൻസിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഒരു വസ്തു പാർട്ടിക്കിളാണോ വേവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഒബ്സർവർ ആണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ യാത്രയിൽ നമ്മൾ ഒബ്സർവറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ബാക്കിയെല്ലാം ഒബ്സർവേഷൻ ആയിരുന്നു. അറിവുകൾ, എക്സ്പീരിയൻസസ് ഒക്കെ എക്സ്പീരിയൻസസ് ആയിരുന്നു. ഈ എക്സ്പീരിയൻസർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസർ യഥാർത്ഥത്തിൽ ഒബ്സർവർ ആവുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് ഹയർ തലത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെ ആയിരക്കണക്കിന് പേഴ്സണാലിറ്റീസ് ഉള്ളപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു. എവിടേക്കാണ് പോകേണ്ടത്? ലക്ഷ്യം കാണുന്നതിന് ഓരോരുത്തരും ഓരോ ലക്ഷ്യമാണ്. ഇപ്പൊ ഞാൻ ഒന്നായി മാറിക്കും, സിംഗുലാരിറ്റി എന്ന് സയൻസ് പറയും, സിംഗുലാരിറ്റിയെ മാറിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ അറിവുകളെല്ലാം, അറിവിന്റെ സ്രോതസ്സുകളെല്ലാം പഞ്ചഭൂതങ്ങളുടെ സ്രോതസ്, അല്ല ഇവിടെ രൂപങ്ങൾ എന്ന് പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് മുമ്പേ പറഞ്ഞു, ദേവതാ സങ്കല്പം. എപ്പോൾ എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നമുക്കൊരു വ്യക്തിത്വം നമുക്ക് കാണണം. സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഹരിശ്ചന്ദ്ര കാണുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ അമ്മയെ നമ്മൾ ചിന്തിക്കുന്നു. കമ്പാഷൻ എന്ന് പറയുമ്പോൾ ഗൗതമ ബുദ്ധനെ പറ്റി ചിന്തിക്കുന്നു. ഉദാഹരണങ്ങളാണ്. നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിത്വം വേണം. അതുപോലെ വ്യക്തിത്വങ്ങളായിട്ടാണ് ഇവിടെ ഭൂമി, അഗ്നി, വെള്ളം, ആകാശം എല്ലാം, വായു എല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭഗവാന്മാരെ അങ്ങനെയാണ് പറയുന്നത്, വായു ഭഗവാൻ, അഗ്നി ഭഗവാൻ. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. ഇത് കൂടാണ്ട് പിന്നെ ആയിരക്കണക്കിനുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം, പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു മാത്രം. അതെല്ലാം നമ്മൾ അസിമുലേറ്റ് ചെയ്തിട്ട് ഞാനായി മാറി. ഭഗവത്ഗീതയിൽ പറയുന്നത് വിഭൂതി യോഗത്തിൽ ഇത് കാണുന്നതെല്ലാം ഞാനാണ്. വിഭൂതി യോഗം വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. അങ്ങനെ ഒരു ഞാനായിട്ട് മാറുമ്പോൾ, അങ്ങനെയാളുമ്പോൾ അർജുനനായി. ഭഗവത്ഗീതയിൽ അർജുനൻ ഏകത്വം വന്നിട്ട്, സിംഗുലാരിറ്റിയിൽ വന്നിട്ടുള്ള എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം അപ്പോഴേ സമർപ്പിക്കാൻ പറ്റൂ. അങ്ങനെ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പോഴേ ഭഗവത്ഗീത ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവരെല്ലാം പറയാണ്, നീ ഗുരുവിന്റെ അടുത്ത സമയം, ഗുരുവാണ് നിന്നെ ശരിക്കുള്ള വഴിയിൽ നയിക്കുക. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, പക്ഷെ ഇനി അങ്ങോട്ട് യാത്ര ഗുരുവാണ്. ദാജി എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഡുവാലിറ്റി മാറി ഒരു ഡുവാലിറ്റി മാത്രം, ഞാനും മാസ്റ്ററും എന്നുള്ള ഒരു ഡുവാലിറ്റി മാത്രമായിട്ട് മാറണം. മാറിയില്ലെങ്കിൽ സ്പിരിച്വൽ പ്രോഗ്രസ് പിന്നെയും വട്ടത്ത് ചുറ്റും. മോക്ഷം കിട്ടിയിട്ട് കാര്യമില്ല, ലിബറേഷൻ വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു. കാരണം നമ്മുടെ ഉള്ളിൽ പിന്നെയും ഉള്ളുണ്ട്, ഞാൻ വലിയ പവർഫുൾ ആണ്, അപ്പോൾ പ്രപഞ്ചങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദ്വന്ദ്ങ്ങൾ പോകുന്നെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ യൂണിവേഴ്സസ് ഉണ്ട്. അവിടെ നമുക്ക് കറങ്ങിത്തിരിയാം. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലുണ്ട് ദേവന്മാർ തമ്മിൽ തല്ലുന്നതും ഒക്കെ നമുക്ക് കാണാം. കാരണം അവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവരിവിടെ വരുന്നു ഋഷികളുടെ മുമ്പിൽ, അവരിവിടെ വരുന്നു ഭഗവാൻ അവതാരത്തിന്റെ മുമ്പിൽ. അവതാരം എവിടെയാണ് എടുക്കുന്നത്? ഭൂമി, മനുഷ്യ ശരീരം. ഇതൊക്കെ നമുക്കൊരു യഥാർത്ഥത്തിലുള്ള ഡയറക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ. അപ്പോൾ നമ്മൾ ഗുരുവിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുകയാണ് ഇവരെല്ലാവരും. ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, അങ്ങ് തന്നെ വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. ഗണപതി ശാസ്ത്രികൾ രമണ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട്, രമണ മഹർഷിനേക്കാളും എത്രയോ അറിവുണ്ട്. അതുപോലെ സ്വാമി വിവേകാനന്ദന്, രാമകൃഷ്ണ പരമഹംസനേക്കാളും എത്രയോ നോളജ് ഉണ്ട് നമ്മുടെ മെറ്റീരിയൽ ലെവലിൽ. ചാരിജി മഹാരാജ്, ബാബുജി മഹാരാജിന്റെ അടുത്തെത്തിയപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട്, ജ്ഞാനം ഉപയോഗിച്ചിട്ട് അവിടെ എത്തിച്ചേർന്നു. ഇനി എനിക്ക് ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല, അങ്ങനെ എന്നെ നയിക്കണം എന്ന് സ്വാമി വിവേകാനന്ദ പറയുന്നു. കാരണം മാസ്റ്റർ സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം എന്ന സ്ട്രീമിൽ എത്താൻ വേണ്ടിയിട്ടാണ് അറിവ്. ഈ അറിവുകളൊന്നും സ്നേഹത്തിലേക്ക് എത്തിച്ചെങ്കിൽ അറിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്, ലവ് മേക്സ് അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ, അണ്ടർസ്റ്റാൻഡിങ് ഡസ് നോട്ട് മേക്ക് ലവ് പോസിബിൾ. എല്ലാ കാര്യം അറിഞ്ഞാലും സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നു, അറിവിനെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സ്നേഹം പ്രധാന ടോപ്പിക്കാണ്. സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്.
പാത്തസ് കോൾ എന്ന ആ ചർച്ചയിൽ ഇത് പരാമർശിച്ചു. അപ്പൊ ആ സ്നേഹം നമ്മളെ നയിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഗുരുവിനെ സമർപ്പിക്കണം. ഗുരു സ്നേഹമാണ്. നമ്മുടെ സഹജമാർഗത്തിലെ ഗുരു ഇസ് ലവ്. ബാബുജി മഹാരാജ് ഇസ് ലവ് എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഗുരുവിനെ സമീപിച്ച ഗുരു ലീഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാ അറിവുകളും നമ്മുടേതായി മാറുന്നു. അറിവുകൾ വേണ്ട സമയത്ത് പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ കംപ്ലീറ്റ് ഇഗ്നോറൻസിൽ അമ്മയുടെ മടിയിൽ കൂട്ടിയിരിക്കുന്ന പോലെ നമ്മൾ നയിക്കപ്പെടുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഗുരുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഉള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.